വാശിയേറിയ പോരാട്ടത്തിന്റെ ഏറ്റവും പരകോടിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതുപോലെ UDFനും ഏറ്റവും വലിയൊരു കൈമുതലായി BJPയിൽ നിന്നും ഒരാൾ വരുന്നത്. അതായത് ഒരു മതേതര പ്രസ്ഥാനത്തിലേക്ക് BJPയിൽ നിന്നും വരുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയൊരു ആശ്വാസവും അതുപോലെ പ്രതീക്ഷയുമായി UDF ക്യാമ്പുകളിൽ കാണാൻ കഴിയുന്നു. നമ്മുടെ കൂടെ KPCC ജനറൽ സെക്രട്ടറിയും അതുപോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു ചേരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ കിട്ടിയ വലിയൊരു ആത്മവിശ്വാസം സരിൻ പോയി സന്ദീപ് വാര്യർ വന്നിരിക്കുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു? പാലക്കാട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ആത്മവിശ്വാസത്തിന് കുറവില്ല. തീർച്ചയായിട്ടും ഉറപ്പായി ജയിക്കുന്ന ഒരു മത്സരത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ സന്ദീപ് വാര്യരുടെ വരവ് ഗുണം ചെയ്യും. അത് മാത്രമല്ല, പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒന്നല്ല ഇത്. സന്ദീപ് പറഞ്ഞൊരു വാക്യം, അതായത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കമ്പോളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ BJPയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വക്താവ് തന്നെ അത്തരം ഒരു ആശയ പരിവർത്തനത്തിന് വിധേയനാവുകയും അതിന് കോൺഗ്രസ് വഴിയൊരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മെസ്സേജ്. പാലക്കാട്ട് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പാർട്ടിക്ക്. അതിനപ്പുറം ഒരു മതേതര പ്രസ്ഥാനം, മതേതര വാദത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമാണ്, അല്ലെങ്കിൽ മതേതര ചേരിക്ക് വേണ്ടിയുള്ള ഒരു മത്സരമായിട്ടാണ് ഇത് ആദ്യം മുതൽ തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ മുന്നണിയും കണ്ടത്. അതിലേക്ക് BJPയിൽ നിന്നും ഒരാൾ വരുമ്പോൾ, അത് മതേതര ചേരിയിലേക്ക് വരുമ്പോൾ അതിലുള്ള ഒരു സന്ദേശം എന്താണ് നൽകുന്നത്? അതിലെ സന്ദേശം സന്ദീപിന്റെ വാക്യത്തിൽ തന്നെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആശയപരമായ പരിവർത്തനമാണ്. വർഗീയവാദത്തിൽ നിന്നും മനുഷ്യരെ മുക്തരാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആശയം. അതായത് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ഉള്ളിലെ നന്മയെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. അതായത് ഒരു വ്യക്തി വർഗീയതയുടെ പാളയത്തിൽ നിന്നപ്പോൾ അതിന്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്ന വക്താവായിരുന്ന ഒരാളെ കോൺഗ്രസിന് ആശയപരമായി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ഒരു ഐഡിയോളജിയുടെ തന്നെ ഒരു പ്രദർശനമാണത്. അപ്പൊ അത് ഏറ്റവും പ്രമുഖനായ വ്യക്തിയുള്ള ഒരാളെ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് അങ്ങേയറ്റം മികച്ചൊരു സന്ദേശമാണ്. അത് BJPയിൽ നിന്ന് തന്നെ ആകുമ്പോൾ അത് വലിയൊരു തിരിച്ചടി. രണ്ടാമത്തെ CPMനെ പോലെ ഇപ്പൊ CPM സന്ദീപ് വാര്യരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അവർ ടാർഗറ്റ് ചെയ്തു. പക്ഷെ അപ്പൊ ഇവിടുത്തെ ഒരു കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ വർഗീയത എതിർക്കാൻ പറ്റിയ പാർട്ടി CPM അല്ല, അത് കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിവാണല്ലോ സന്ദീപ് വാര്യരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ല, ഞങ്ങൾക്ക് ഭരണമുണ്ടോ? ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ ഭരണമില്ല, സംസ്ഥാനത്ത് ഭരണമില്ല. കേന്ദ്ര ഭരണകക്ഷിയിൽ നിന്ന് ഒരാൾ സംസ്ഥാന ഭരണകക്ഷിയിൽ പോകാതെ രണ്ടിടത്തും പ്രതിപക്ഷത്തുള്ളിടത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു നീക്കത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഈ അവസാന ഘട്ടത്തിൽ വലിയൊരു ആത്മവിശ്വാസം ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം.